ഹായ് ഓൾ, വെൽക്കം ടു ക്ലാസ് ക്രിയേറ്റീവ് ഇല്ല. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അല്ലേ? പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ഡോളാണ്. നമ്മൾ സാധാരണ ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫ്ലവേഴ്സൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു അടിപൊളി ഡോൾ ചെയ്താലോ? അപ്പോൾ ഡോൾ ചെയ്യാനുള്ള ക്രേപ്പ് പേപ്പർ ഞാൻ ഓൾറെഡി ഇവിടെ മെഷർ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മെഷർമെൻറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ സ്ക്രീനിലും കൊടുത്തേക്കാമേ. അപ്പം ഞാൻ ആദ്യം തന്നെ സ്കേർട്ട് പോർഷനാണ് ഡോളിൻ്റേത് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 4 സെറ്റ് ക്രേപ്പ് പേപ്പറാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഓരോന്നും ഓരോ മെഷർമെൻറ്റിലാണ്. ഇപ്പോൾ ആദ്യം എടുത്തേക്കുന്ന ക്രേപ്പ് പേപ്പറിൻ്റെ മെഷർമെൻ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ 20 സെൻറ്റിമീറ്റർ ഹൈറ്റിലും 40 സെൻറ്റിമീറ്റർ വിത്തിലുമാണ് ഞാനിത് കട്ട് ചെയ്ത് മെഷർ ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റായിട്ട് ഇതുപോലെ എടുക്കണം. ചെറിയ പ്ലീറ്റ് എടുത്ത ശേഷം നമുക്ക് ആ ടോപ്പ് പോർഷൻ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് ആ ഒരു പോർഷൻ നമുക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ടൈ ചെയ്തെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്പർ 10 ത്രെഡാണ്. ഇത് സാധാരണ ഫ്ലവേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ത്രെഡാണ്. അപ്പോൾ ഇതല്ലാതെ സാധാ ത്രെഡ് ആണെങ്കിലും ഇതുപോലെ യൂസ് ചെയ്ത് ടൈ ചെയ്തെടുത്താൽ മതി. നല്ല ടൈറ്റ് ചെയ്ത് ടൈ ചെയ്യണേ. ഞാൻ ചെയ്യുന്ന പോലെ ഒരു 2 സെൻറ്റിമീറ്റർ ലെങ്തിലെങ്കിലും ഇതുപോലെ ത്രെഡ് ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. ഈ സ്കേർട്ടിൻ്റെ അടുത്ത ലെയറായിട്ട് എടുത്തേക്കുന്ന മെഷർമെൻറ്റ് 18 സെൻറ്റിമീറ്റർ ഹൈറ്റിലും 40 സെൻറ്റിമീറ്റർ വിത്തിലുമാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ 2 എൻഡ് പോർഷനും കൂടെ ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ജോയിൻറ്റ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് നീഡിൽ ഉപയോഗിച്ചിട്ട് ചെറിയ പ്ലീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നീഡിൽ എടുത്തിട്ടുണ്ട്. ഈ നമ്മൾ ജോയിൻറ്റ് ചെയ്ത ആ പോർഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ നീഡിൽ ഇൻസേർട്ട് ചെയ്ത് ഒരു 4-5 ചെറിയ പ്ലീറ്റ് എടുത്ത ശേഷമേ നീഡിൽ പുറത്തെടുക്കണം. വീണ്ടും അതുപോലെ തന്നെ നീഡിൽ ഇൻസേർട്ട് ചെയ്ത് ഒരു 4-5 പ്ലീറ്റ് എടുക്കണം. വീണ്ടും അത് പുറത്തെടുക്കണം. ആ ഒരു പ്രൊസീജിയറിൽ ഞാൻ ചെയ്യുന്ന പോലെയാണ് ഇതുപോലെ പ്ലീറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനിലും ലാസ്റ്റും കുറച്ച് ത്രെഡ് കൂടുതലായിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടില്ലേ അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ഉള്ളിലോട്ട് ഇതുപോലെ വച്ച് ഇതുപോലെ എടുക്കണം. പുറത്തെടുത്ത ശേഷം നമ്മൾ ബാലൻസ് ഇട്ടേക്കുന്ന ത്രെഡ് ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുത്ത ശേഷം ആ ബാലൻസ് വരുന്ന ത്രെഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇതുപോലെ ചുറ്റിയെടുക്കണം. അപ്പോൾ ബാലൻസ് ആയിട്ടുള്ള ത്രെഡ് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുത്ത ശേഷം നമുക്ക് എക്സ്ട്രാ കുറച്ചും കൂടെ ചുറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ എക്സ്ട്രാ ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒരു 2 സെൻറ്റിമീറ്റർ ലെങ്തിൽ നല്ല കവർ ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം ഞാൻ ചെയ്യുന്നത് പോലെ. ലാസ്റ്റ് ത്രെഡ് ഉപയോഗിച്ച് തന്നെ ഈ രീതിയിൽ ലോക്ക് ചെയ്തും കൂടെ എടുക്കണം. ത്രെഡ് ഇളകി പോകാത്ത രീതിയിൽ. അതിനുശേഷം നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ത്രെഡ് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്കേർട്ടിനുള്ള ലെയർ ഇതുപോലെ ഞാൻ അതിനുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ ഹൈറ്റും 40 സെൻറ്റിമീറ്റർ വിത്തിലുമാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ആ 2 എൻഡ് പോർഷനും കൂടെ ഇതുപോലെ ജോയിൻറ്റ് ഇതെടുക്കണം. നേരത്തെ ചെയ്തതുപോലെ തന്നെ അതുപോലെ തന്നെ നീഡിൽ ഉപയോഗിച്ച് നേരത്തെ ചെയ്തതുപോലെ ഇതുപോലെ ഓരോ കുറച്ച് പ്ലീറ്റായിട്ട് എടുത്ത് ചെയ്തെടുക്കണം. ഇതുപോലെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതും ഈ ലെയറും. ഇനി നമ്മൾ നേരത്തെ എങ്ങനെയാണ് ചെയ്തത് ആ സെയിം പ്രൊസീജിയർ തന്നെ നമ്മളിത് നേരത്തെ ചെയ്തത് ഈ ഒരു ലെയറിൻ്റെ ഉള്ളിലോട്ടിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. ഈ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നമ്മൾ ഓരോ ലെയർ ഇടുന്നതിൻ്റെ ആ ടോപ്പ് പോർഷൻ ഒരേപോലെ ലെവലിലാണോ നിൽക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടാണ് ടൈറ്റ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു ബാലൻസ് ആയിട്ടുള്ള ത്രെഡ് ചുറ്റിയെടുക്കണം. അതുപോലെ തന്നെ എക്സ്ട്രാ ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്ത് വരുന്ന രീതിയിലും ഇതുപോലെ ചുറ്റിയെടുക്കണം. ഒരു 2 സെൻറ്റിമീറ്റർ ലെങ്തിലാണ് ഇതുപോലെ ചുറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയറിൻ്റെ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ 12 സെൻറ്റിമീറ്റർ ഹൈറ്റും 40 സെൻറ്റിമീറ്റർ വിത്തുമാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത എങ്ങനെയാണോ ആ സെയിം പ്രൊസീജിയറിൽ ഈ ഒരു ലെയറും കൂടെ നമുക്ക് ചെയ്തെടുക്കാമേ. അപ്പോൾ ലാസ്റ്റത്തെ ലെയറും ഇതുപോലെ ഞാൻ ത്രെഡൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സസൈസ് ആയിട്ട് പൊങ്ങി നിൽക്കുന്ന ത്രെഡൊക്കെ ഗം വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണേ.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡോളിൻ്റെ ഒരു ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡോളിന് ഹാൻഡ് ചെയ്തെടുത്താലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫ്ലോറൽ വയറാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 70 സെൻറ്റിമീറ്ററിൽ 5 പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഫ്ലോറൽ വയറിൻ്റെ 2 എൻഡിലായിട്ട് വൈറ്റ് കളർ ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഞാൻ ചെയ്തേക്കുന്ന പോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ക്രേപ്പ് പേപ്പർ കവർ ചെയ്തെടുത്ത ശേഷം ഈ 5 വയേഴ്സ് ഒരുപോലെ വെച്ച ശേഷം ഇതുപോലെ ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ട്വിസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ ചെയ്യുന്നത് പോലെ. അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് ഇതിനെ ട്വിസ്റ്റ് ചെയ്തെടുക്കണം, എന്നാലേ നന്നായിട്ട് ഇരിക്കത്തുള്ളൂ. അതിനുശേഷം നമുക്ക് വൈറ്റ് കളർ ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഞാൻ ചെയ്യുന്ന പോലെ നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. ഒരു 2 ലെയറെങ്കിലും ഈ ഒരു രീതിയിൽ കവർ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടത്തുള്ളൂ. ആദ്യത്തെ ഒരു ലെയർ ക്രേപ്പ് പേപ്പർ ചുറ്റിയെടുത്ത ശേഷം നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഇതുപോലെ ക്രേപ്പ് പേപ്പർ ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ 2 ലെയർ ക്രേപ്പ് പേപ്പർ ഇതുപോലെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എക്സസ് ആയിട്ട് നിൽക്കുന്ന ഈ വയേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു ഫിംഗറിൻ്റെ ആ ഒരു ഷേപ്പിലോട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇത് നമ്മളെ ഡോളുമായിട്ട് ഫിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ച് ക്വിക്കായിട്ട് നമുക്ക് ഫിക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഹാൻഡ് സ്റ്റിക്ക് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഞാൻ അടുത്തത് ഹെഡാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത ശേഷം ഹെഡിൻ്റെ ഷേപ്പിലോട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഹെഡിൻ്റെ ഷേപ്പിലോട്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാനൊരു വൈറ്റ് കളർ ക്രേപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു 20 സെൻറ്റിമീറ്റർ ഹൈറ്റും 5 സെൻറ്റിമീറ്റർ വിത്തിലുമാണ് ഇത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതിനെ ഈക്വലായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാനാണ് ഒരു മിഡിൽ പോർഷൻ. അതിനുശേഷം കൈ കൊണ്ട് ഈ ഒരു രീതിയിൽ ആക്കി എടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കണം. 1-2 വട്ടം ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 2 ഡിവൈഡഡ് ആയിട്ടുള്ള പോർഷൻ കിട്ടും. അതിനുശേഷം നമ്മൾ ഷേപ്പ് ആക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഹെഡിൻ്റെ പോർഷൻ നമ്മുടെ ആ ഒരു താഴത്തെ ആ ഒരു പോർഷനിൽ വെച്ച് മുകളിലത്തെ ഇതുപോലെ ക്ലോസ് ചെയ്ത ശേഷം നന്നായിട്ട് ടൈറ്റ് മുറുകെ പിടിച്ച ശേഷം നന്നായിട്ട് ത്രെഡ് ഉപയോഗിച്ച് നല്ല ടൈറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ടൈ ചെയ്തെടുക്കണം. അത് ചെയ്ത് വെച്ചിരിക്കുന്ന ഹെഡിൻ്റെ പോർഷനും അതുപോലെ ഈ സ്കേർട്ടിൻ്റെ പോർഷനും കൂടെ ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് വേണമെങ്കിൽ ഗ്ലൂ വെച്ച് ജോയിൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ത്രെഡ് ഉപയോഗിച്ചിട്ടും ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ജോയിൻറ്റ് ചെയ്യുന്നത്. ആ എക്സസ് ആയിട്ടിരിക്കുന്ന പേപ്പർ ഇതുപോലെ ഷേപ്പ് ചെയ്ത് നമ്മുടെ ആ സ്കേർട്ട് പോർഷനായിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ത്രെഡ് ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്ത് ടൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. ടൈ ചെയ്തെടുത്ത ശേഷം എക്സസ് ആയിട്ട് നിൽക്കുന്ന ആ വൈറ്റ് കളർ ക്രേപ്പ് പേപ്പർ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഹെഡ് പോർഷനും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇനി അടുത്ത ടോപ്പ് പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സെയിം കളർ ക്രേപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ചെയ്യുന്ന പോലെ ഇതുപോലെ എടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം ആ ഒരു ട്വിസ്റ്റ് ചെയ്ത ആ ഒരു മിഡിൽ പോർഷൻ ഞാൻ ത്രെഡ് ഉപയോഗിച്ചിട്ട് ടൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ടൈ ചെയ്തിട്ട് ബാക്കി ഒന്ന് ത്രെഡ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് ടൈ ചെയ്യാം, അതല്ലെങ്കിൽ ഗം ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഗം ഉപയോഗിച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്തത്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നല്ല ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ഗം ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മറ്റൊരെണ്ണം കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ലെഫ്റ്റ് സൈഡിലായിട്ട് വെച്ച് ഇതേപോലെ തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഗം വെച്ച് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്ത ശേഷം മറ്റൊരു ക്രേപ്പ് പേപ്പർ എടുത്ത് ഞാൻ വയ്ക്കുന്ന പോലെ ഈ ഒരു രീതിയിൽ വെച്ചെടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഇത് ബാക്കിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത ശേഷം എക്സസ് ആയിട്ട് വന്നത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാൻ ടോപ്പ് പോർഷനിൽ ഞാൻ ഹാഫ് ബീഡ്സ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ടോപ്പിലും സ്കേർട്ടിലൊക്കെ ആയിട്ട് വയ്ക്കാം. ഇനി അടുത്തത് ഡോളിൻ്റെ ഹെയർ ആണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ ബ്രൗൺ കളർ ക്രേപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. ബ്രൗണോ ബ്ലാക്കോ അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് എടുക്കുക. എൻ്റെ കയ്യിൽ ബ്രൗൺ അവൈലബിൾ ആയതുകൊണ്ട് അത് എടുത്തന്നേ ഉള്ളൂ. ഞാൻ കട്ട് ചെയ്ത മെഷർമെൻ്റ് എന്ന് വെച്ചാൽ 12 സെൻറ്റിമീറ്റർ ഹൈറ്റും 50 സെൻറ്റിമീറ്റർ വിത്തുമാണ്. ഇനി അതിന് ശേഷം ഞാനൊരു 3/4 ആയിട്ട് മാർക്ക് ചെയ്യുന്നതുകൊണ്ട് കട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് കുറച്ചും കൂടെ വിസിബിൾ ആവാൻ വേണ്ടിയാണ്. അതിനുശേഷം ഇതുപോലെ ചെറിയ സ്ട്രൈപ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ല എത്രമാത്രം തിന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റും അത്രയും നല്ലത്. ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചെറിയ കുഞ്ഞു പ്ലീറ്റായിട്ട് നമുക്ക് ഞാൻ ചെയ്യുന്ന പോലെ കുഞ്ഞു പ്ലീറ്റായിട്ട് ടോപ്പ് പോർഷൻ ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ചെറിയ പ്ലീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്തത് ടൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇതിനെ ടൈ ചെയ്തെടുക്കണം. ഒത്തിരി ഉള്ളിലോട്ടാക്കി ടൈ ചെയ്യരുത്. തുമ്പത്ത് വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന പോലെ നല്ല എൻഡിലായിട്ട് വെച്ചിട്ടായിരിക്കണം നല്ല ടൈറ്റ് ചെയ്ത് ടൈ ചെയ്തെടുക്കണേ. ഇപ്പോൾ ടൈ ചെയ്ത ശേഷം എക്സസ് ആയിട്ടുള്ള ത്രെഡ് കട്ട് ചെയ്തെടുക്കണം.
അതിനുശേഷം ക്രേപ്പ് പേപ്പർ ആയതുകൊണ്ട് നമുക്ക് സ്ട്രെച്ചബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതാ ഇതുപോലെ സ്ട്രെച്ച് ചെയ്തെടുക്കണം. ഇതാ കണ്ടോ, ഞാൻ ചെയ്യുന്ന പോലെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്ട്രെച്ച് ചെയ്തെടുത്ത ശേഷം ആ ടൈ ചെയ്ത പോർഷൻ നല്ല ഉള്ളിലോട്ടാക്കി നന്നായിട്ട് പ്രഷർ കൊടുത്ത് പ്രസ് ചെയ്തെടുക്കണേ. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡോളുമായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കണം ഗം ഉപയോഗിച്ച്. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്താണ് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വച്ച് നോക്കണം, നമ്മൾ വയ്ക്കുന്ന പൊസിഷനൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് എടുത്ത ശേഷം നമുക്ക് പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, പേപ്പർ ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ആ ഹെയർ രണ്ട് സൈഡിലും ഈ രീതിയിൽ ഗം ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്യണേ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഹെയർ സ്റ്റൈൽ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് പിന്നി എടുക്കുകയാണ് ബാക്കിൽ. എന്നിട്ട് ഞാൻ ത്രെഡ് ഉപയോഗിച്ചിട്ട് ടൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ടൈ ചെയ്ത ശേഷം എക്സസൈസുള്ള ത്രെഡ് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡോളിനെ അറേഞ്ച് ചെയ്യാം. നമുക്ക് കുറച്ചും കൂടെ ഭംഗിയാക്കാൻ ഞാൻ കുറച്ച് ഫോം ഫ്ലവേഴ്സ് ഉപയോഗിച്ചിട്ട് ഡോൾ ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കുന്ന രീതിയിൽ സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡോൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിന് ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.